നമസ്കാരം. പ്രധാന വാർത്തകൾ. ടി.പി. വധക്കേസ് ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ടി.പി. കേസിൽ ഹൈക്കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ കെ.സി. രാമചന്ദ്രൻ, മനോജ് എന്നിവർ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കേസിൽ പി.കെ. കുഞ്ഞനന്തന് ഹൈക്കോടതി വിധിച്ച പിഴ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ശാന്ത നൽകിയ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ കേസിൽ മറ്റു പ്രതികൾ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ കെ രമയടക്കം എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിരുന്നു. മഴ ശക്തമാകുന്നു. ഒരു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടി ഇന്ന് അവധി. മഴ അതിശക്തമാകുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 7 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, എറണാകുളം, വയനാട്, കാസർഗോഡ് ജില്ലകളിലും മാഹിയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് സ്കൂളുകൾക്ക് മാത്രമാണ് അവധി, കോളേജുകൾക്ക് ബാധകമല്ല. വിഴിഞ്ഞം തുറമുഖവും കപ്പലും കാണാനെത്തി. കടലിൽ വീണ യുവാവിനെ കാണാതായി. വിഴിഞ്ഞം തുറമുഖവും കപ്പലും കാണാനെത്തിയ യുവാവിനെ കടലിൽ കാണാതായി. പുളുങ്കുടി ആഴിമല അജീഷ് ഭവനത്തിൽ അനിൽ, ബീന ദമ്പതികളുടെ മകൻ അജീഷിനെയാണ് കാണാതായത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. ആവണങ്ങാപ്പാറയിലെ കടൽ തീരത്തായിരുന്നു സംഭവം. അജീഷും ഭാര്യയും 2 മക്കളും കാഞ്ഞിരംകുളം സ്വദേശിയായ സുഹൃത്തും ഉൾപ്പെടെ കപ്പൽ കാണാനെത്തിയത്. അജീഷ് കടലിനോട് ചേർന്ന പാറയിൽ കയറിയിരിക്കുമ്പോൾ ശക്തമായ തിരയിൽപ്പെട്ട് കടലിൽ വീഴുകയായിരുന്നു. അജീഷിനെ കാണാതായതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന വിഴിഞ്ഞം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിഴിഞ്ഞം പോലീസും കോസ്റ്റൽ പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്ത് തിരച്ചിൽ നടത്തി. ഇടുക്കിയിലെ SBI ATMിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണത്തിൽ നിന്നും 25 ലക്ഷം കുറവ്. ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. കട്ടപ്പനയിൽ ATMിൽ നിറയ്ക്കാൻ ഏൽപ്പിച്ച 25 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവടക്കം 2 പേർക്കെതിരെ കേസെടുത്തു. SBIയുടെ കട്ടപ്പന, വാഗമൺ എന്നിവിടങ്ങളിലെ ATMിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമാണ് ജീവനക്കാർ തട്ടിയെടുത്തത്. SBIയുടെ ഇടുക്കിയിലെ വിവിധ ATMകളിൽ പണം നിറയ്ക്കുന്നത് മുംബൈ ആസ്ഥാനമായുള്ള കമ്പനിയാണ്. കമ്പനിയുടെ ജീവനക്കാരും കട്ടപ്പന സ്വദേശികളുമായ ജോജോ മോനും അമലും ചേർന്നാണ് 25 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഡിവൈഎഫ്ഐ കട്ടപ്പന മേഖലാ സെക്രട്ടറിയാണ് ജോജോ മോൻ. ജൂൺ മാസം 12 മുതൽ 26 വരെയുള്ള തീയതിക്കിടയിലാണ് തിരിമറി നടന്നത്. PSC കോഴ വിവാദം. പ്രമോദ് കോട്ടൂളി ഇന്ന് പോലീസിൽ പരാതി നൽകും. PSC കോഴ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPMൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി ഇന്ന് പോലീസിൽ പരാതി നൽകും. രാവിലെ 11 മണിയോടെ അഭിഭാഷകനോടൊപ്പം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെത്തിയാകും പരാതി നൽകുക. PSC കോഴ ആരോപണത്തിൽ സത്യം പുറത്തുവരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും ഇന്ന് പരസ്യ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമിടും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതീകാത്മകമായി വിചാരണ ചെയ്യുന്ന പരിപാടി സംഘടിപ്പിക്കും. രാവിലെ 10-ന് BJP കളക്ടറേറ്റ് മാർച്ച് നടത്തും.